നൗഷാദ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ വയറ് നിറയുന്നതിനോടൊപ്പം മനസ്സും നിറയുക എന്നുള്ളത്. ഒരു പ്രതിസന്ധി, വലിയ പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇനി എന്തുണ്ടെങ്കിലും നേരിടാൻ തയ്യാറാണ്. ഉറപ്പായിട്ടും ഇനി നമ്മൾ തോക്കില്ല. കാരണം ഇനി നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. തുടക്കം എളുപ്പമല്ല. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, പിന്നെ അതായത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. കാരണം നമുക്കൊന്നുമില്ല, നമ്മൾ സീറോ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്പൂൺ പോലും ഇല്ല. താങ്കൾക്ക് പല റോളുണ്ട്. താങ്കളൊരു ഭാര്യയാണ്, മാതാവാണ്, മകളാണ്, സഹോദരിയാണ്, സംരംഭകയുമാണ്. ഈ റോളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും പറ്റും എന്നാണ്. കാരണം നമ്മൾ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ടൈമുണ്ട്. പിന്നെ നമ്മുടെ എംപ്ലോയീസ് അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കാരണം അവരില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. നമുക്ക് ആദ്യമായി ഭക്ഷണം തരുന്നത് നമ്മുടെ മാതാവാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ പുരുഷൻ ഹാപ്പിയുമാണ്. പക്ഷേ ഇന്ന് ഭക്ഷണം വീട്ടിലൊതുങ്ങുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഓരോ ഫംഗ്ഷനുകൾക്കും കല്യാണത്തിനും ഒക്കെ പോകുമ്പോൾ ആ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല ചോദിക്കുക, ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. ആ കാലത്തോളം നമ്മൾ വളർന്നു കഴിഞ്ഞു. ഒരു മേഖല കണ്ടെത്തി ചെറുപ്രായം തൊട്ട് അദ്ദേഹം പഠിച്ച ഒരു മേഖല, അതിലേക്ക് സ്വന്തമായൊരു സംരംഭം തുടങ്ങുക, അത് വിജയിപ്പിക്കുക. അതും ആ മേഖലയിൽ അധികം വനിതകൾ ഇറങ്ങിയിട്ടുമില്ല. അത്തരം സ്പാർക്കുള്ളൊരു കഥയാണ് ഇന്ന് സ്പാർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് ഒരു വനിതാ സംരംഭകയാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഈ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് ജുബീനയാണ്. ജുബീന, സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. താങ്ക് യു. താങ്കളുടെ നാട് എവിടെയാണ്? നാട് കായംകുളമാണ്. പഠിച്ചതൊക്കെ? പഠിച്ചത് തിരുവല്ല. എന്തായിരുന്നു വിദ്യാഭ്യാസം? എന്തായിരുന്നു? ഞാൻ MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് MBA ആണ്. താങ്കളുടെ നാട് കായംകുളത്താണ്. അപ്പോൾ മാതാപിതാക്കൾ ആരെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ആയിരുന്നോ? ഫാദർ ബിസിനസ്സിലുണ്ടായിരുന്നു. ഓക്കെ. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളുണ്ട്. ഓക്കെ. അതിൽ താങ്കളുടെ ലെവൽ ഏതാണ്? ഞാൻ ലാസ്റ്റ് വൺ, ഏറ്റവും ചെറിയതാണ്. ഓക്കെ. ഇപ്പോൾ താങ്കൾ തിരുവല്ലയിൽ എന്താണ് പഠിക്കാൻ കാരണം? തിരുവല്ലയിൽ നമ്മുടെ ബിഗ് ഷെഫ് നൗഷാദ് ഉണ്ടല്ലോ. നമുക്ക് മറക്കാൻ പറ്റുമോ നൗഷാദിനെ? ഇക്കാണ് എൻ്റെ മൂത്ത സിസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ താങ്കളുടെ മൂത്ത സിസ്റ്റർ എന്ന് പറയുന്നതാണ് നൗഷാദിക്കയുടെ വൈഫ്. ഓക്കെ. അപ്പോൾ അങ്ങോട്ട്? അതെ. അപ്പോൾ അവർക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പം അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയി തിരുവല്ലയിൽ. സ്കൂളിലൊക്കെ അവർ തന്നെയാണ് ആക്കി. അപ്പോൾ എത്ര വയസ്സ് തൊട്ട് നൗഷാദിക്കയുടെ കൂടെ ഉണ്ട്? ഞാനൊരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് പോയത്. ഓക്കെ. അപ്പോൾ 6ാം ക്ലാസ് തൊട്ട് തിരുവല്ലയിലാണ്? തിരുവല്ലയിലാണ്. ഓക്കെ. അവിടെ നിന്നാണ് പഠിച്ചതൊക്കെ അവിടെ. അപ്പോൾ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്നത് ഭക്ഷണമാണ്. അതെ. കേറ്ററിംഗ് ഫീൽഡ് ആണല്ലോ. ഓക്കെ. അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ താങ്കൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ MBA കഴിഞ്ഞ് അപ്പോൾ വിവാഹമൊക്കെ? വിവാഹം പുള്ളി തന്നെയാണ് ആളെ കണ്ടുപിടിച്ചതും. അത് ശരി. പിന്നെ അതായത് പുള്ളിയുടെ എൻ്റെ ഹസ്ബൻഡിനും കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മാർട്ടിൻ പ്രക്കാട്ട് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ സിനിമ ഡയറക്ടർ. അപ്പം അങ്ങനെ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ ഏത് വർഷമായിരുന്നു അത്? 2010-ലായിരുന്നു മാരേജ്. ഓക്കെ. അപ്പോൾ മാരേജ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ തിരുവല്ല തന്നെയാണ്? അപ്പോൾ തിരുവല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു? അപ്പോൾ മാരേജ് കഴിഞ്ഞ് മാറി? പുള്ളിയാണ് ആക്ച്വലി എന്നെ ഇവന്റ് ഫീൽഡിലേക്ക്, ഇവന്റ് മാനേജ്മെന്റ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. ഇവന്റ് മാനേജ്മെന്റിലേക്ക് കൊണ്ടുവരുന്നത് നൗഷാദിക്കാണ്. ഓക്കെ. താങ്കളുടെ ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡിന്റെ പേര് നാസിം. അദ്ദേഹം എന്തായിരുന്നു ചെയ്തിരുന്നത്? നാസിം അഡ്വർടൈസ്മെന്റ് ഫീൽഡാണ്. ഓക്കെ. അദ്ദേഹം അഡ്വർടൈസിംഗ് മേഖലയിലാണ് അല്ലേ? അപ്പോൾ താങ്കൾ പഠിച്ചത് MBA എന്തായിരുന്നു സ്പെഷ്യലൈസ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. അപ്പോൾ അതിലേക്കൊന്നും ഇറങ്ങിയില്ല? അതിലേക്ക് ഞാൻ ആക്ച്വലി അങ്ങനെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിനിടയിൽ തന്നെയാണല്ലോ മാരേജ്. അപ്പം നൗഷാദിക്കാരന് പറഞ്ഞു വന്നാൽ പുള്ളിക്ക് കുറേ കേറ്ററിങ്ങുമായിട്ട് സംബന്ധിച്ച് ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം പൊടി മോള് ഹാൻഡിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. താങ്കളെ വിളിക്കുന്ന പൊടിമോൾ? അതെ, പൊടിമോൾ. അതാണ് പെറ്റ് നെയിം. അങ്ങനെയാണ് ഞാൻ ഇവന്റ്സിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവന്റ്സ് സ്വന്തമായിട്ട് ഇവന്റ്സ് ചെയ്യാൻ താങ്കളും ഹസ്ബൻഡും ചേർന്നു? ഓക്കെ. അപ്പോൾ ഇവന്റ്സ് ഒക്കെ എങ്ങനെ പോയി? ഇവന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോയി. അത്യാവശ്യം നന്നായിട്ട് പ്രോഫിറ്റബിൾ. താങ്കൾക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു? അതെ. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ പുള്ളിയുടെ കൂടെയാണെങ്കിലും കേറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് എനിക്കും ഒരു പാഷനേറ്റ് ആയിരുന്നു. അങ്ങനെ നൗഷാദിക്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ല ഭക്ഷണത്തിൻ്റെ പര്യായം തന്നെയായിരുന്നു ഒരു കാലത്തിൽ. അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്
ഭക്ഷണം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാത്തവർ ചുരുക്കമായിരിക്കാം കേരളത്തിൽ. ഞാനും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അത് വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ ഓർക്കുന്നത്. അത് നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? അതെ, പുള്ളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു. എനിക്ക് തോന്നുന്നത് കോവിഡ് ആ സമയത്തായിരുന്നു. ഒരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് അതിനോടുകൂടിയുള്ള ഇൻഫെക്ഷൻ ഉണ്ടായി. അങ്ങനെ ആസ്റ്ററിലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് 1 year ഉണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അഥവാ താങ്കളുടെ സഹോദരിയും മരിക്കുകയുണ്ടായല്ലേ? അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്? അല്ല, ആദ്യം സിസ്റ്ററാണ് മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 12 days അതെ, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. 12 days കഴിഞ്ഞിട്ടാണ് നൗഷാദൊക്കെ മരിക്കുന്നത്. അപ്പോൾ ഒരു പിതാവിനും മാതാവിനും തുല്യമായി കണ്ട 2 പേര് ഒരുമിച്ച് പോയ കാഴ്ച ജുബിനെ കാണേണ്ടി വന്നു. ആ സമയം നമ്മൾ ഒത്തിരി ഡൗൺ ആയിപ്പോയി. കാരണം പെട്ടെന്നുള്ള മരണങ്ങളായിരുന്നു രണ്ടും. കാരണം നമ്മൾ അത്രയും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ പെട്ടെന്ന്. ഇത്താണെങ്കിലും വേറെ ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടൊരാളായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് ഭയങ്കര ഷോക്കായിപ്പോയി. അത് കുറേയധികം സമയമെടുത്ത് കാണുമല്ലോ റിക്കവർ ആയിട്ട് വരാനായിട്ട്. താങ്കൾ തുടങ്ങിയ ഇവൻറ്റ്സ് ആ ഒരു 2018 പ്രളയമൊക്കെ വന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെ പോയി? 2018 നമ്മൾ പ്രളയം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഗോഡൗണിലൊക്കെ വെള്ളം കയറിയിട്ട് നമുക്ക് കുറേ ലോസ് ഒക്കെ ഉണ്ടായി. 50 lakhs നമുക്ക് ലോസ് ഉണ്ടായി. 50 ലക്ഷം? അതെ അതെ. അപ്പോൾ ആ പൈസ മുഴുവൻ പോയി ആ കാലത്ത്? അതെ, ആ പൈസ മുഴുവൻ പോയി. അതിൻ്റെ തൊട്ട് പുറകെ കൊറോണയും വന്നു. അതിൻ്റെ 2020 കോവിഡ് വന്നു. നമ്മൾ ഈ 2018 ഫ്ലഡൊക്കെ വന്നു, അങ്ങനെയൊക്കെ പോയി. പിന്നെയും നമ്മൾ പ്രോഡക്റ്റ്സ് ഒക്കെ ഹയർ ചെയ്തിട്ട് വീണ്ടും ഈവൻറ്റ്സ് സജീവമായിട്ട് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് 20 ആയപ്പോഴാണ് വീണ്ടും കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോഴത്തേക്ക് അറിയാമല്ലോ, എല്ലാ വെഡ്ഡിങ്സുകളും 20 numbers 100 numbers കുറഞ്ഞു. നമുക്ക് കിട്ടിയ അഡ്വാൻസുകളൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. സ്ട്രഗ്ലിംഗ് പീരീഡാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു ടൈമിൽ സ്റ്റക്കായിപ്പോയി ഫുള്ളി നമ്മൾ. ആ സ്റ്റക്കായി നിൽക്കുന്ന അതിൻ്റെ തൊട്ട് പിന്നെയാളെയാണ് നമുക്ക് നൗഷാദൊക്കെ നഷ്ടപ്പെടുന്നത്, സഹോദരിയെ നഷ്ടപ്പെടുന്നത്. പക്ഷെ അവിടെയൊക്കെ വലിയ അനുഭവങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? എന്തായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഈ ബിസിനസ്, അദ്ദേഹത്തിന്റെ കേറ്ററിംഗ് ബിസിനസ് ഉണ്ടായിരുന്നു ആ സമയത്ത്? അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം പിന്നെ എന്താ ഉണ്ടായത്? അല്ല, ആക്ച്വലി പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ തന്നെ പുള്ളിക്ക് ഇത് നോക്കാൻ പറ്റാണ്ടായല്ലോ. അപ്പം നമ്മൾ പല ഓർഡേഴ്സും ഞാനും ഹസ്ബൻഡും പോയെടുക്കും. പുള്ളി കോണ്ടാക്ട് ഡീറ്റെയിൽസ് തരും. അങ്ങനെ ഞങ്ങളൊന്ന് റെഡിയായി വരികയായിരുന്നു. അപ്പോഴാണ് എന്താ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം, അതുപോലെ സിസ്റ്ററും എല്ലാം ഒരുമിച്ച് 1 week ഡിഫറൻസിലാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൗഷാദിക്കയുടെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും നമ്മളോട്, സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളാണേലും നമ്മളോട് പറഞ്ഞു ഇതിനി ബ്രേക്ക് ചെയ്ത് പോകരുത്. കാരണം പുള്ളി ഒരുപാട് വർഷത്തെ എഫേർട്ട് കൊണ്ടുവന്ന അതെ ബ്രാൻഡ്, അത് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരണം. കൂടെ മോളും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു കാറ്ററിംഗ്. പക്ഷെ നന്നായിട്ട് തന്നെ വന്നു. നമുക്ക് ഇവന്റ് മേഖലയിലുള്ള കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് നമുക്ക്. അക്കാലത്ത് എനിക്ക് അടുത്ത അറിവില്ല, വായിച്ച അറിവുണ്ട്, അദ്ദേഹം വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ചികിത്സയുടെ സമയത്തൊക്കെ സിനിമാക്കാർ സഹായിച്ചു എന്നൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹം വളരെയധികം പ്രശ്നത്തില്ല. കാരണം കുറേ മൂവിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പുള്ളിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസും ഇതൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും ഈ നമ്മൾ കാറ്ററിങ് ചെയ്ത് അതിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ബാധ്യതകളൊക്കെ നമ്മളും തീർത്തിട്ടുണ്ട്. ഫുള്ളായിട്ടല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ തീർത്തു. അപ്രതീക്ഷിതമായാണ് അവിടെ നിന്നൊരു വലിയ മാറ്റം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതെ അതെ. എന്തായിരുന്നു അത്? ആക്ച്വലി നമ്മൾ അന്നിട്ട് എഫേർട്ട് എന്ന് പറയുന്നത് അവിടെ നൗഷാദിക്കയുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം അല്ലേ? അതൊരു പാർട്ടാണ്. തീർച്ചയായിട്ടും. കാരണം പുള്ളിയുടെ പ്രസൻസ് ഇല്ല അവിടെ. നമ്മൾ പറയാണ് നമ്മൾ അതേ ക്വാളിറ്റിയിൽ അത്രയും നന്നായിട്ട് തന്നെ ഫുഡ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്തു. എന്നിട്ട് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ പോയി. അപ്പോഴാണ് അവിടെ ഫണ്ടൊക്കെ വന്ന് തുടങ്ങിയെന്ന് കണ്ടപ്പോൾ പിന്നെ എൻ്റെ ഫാമിലിയിൽ തന്നെ ഇഷ്യൂസുകൾ, കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന്, കാരണം മറ്റുള്ളവരുടെ ഉപദേശവും നമുക്ക് കിട്ടി, നിങ്ങളെന്നാൽ നിൽക്കണ്ട,
ഇതിൽ നിന്ന് മാറി പിൻവാങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു നമ്മൾ ഇറങ്ങി. അങ്ങനെയാണ് നമ്മൾ ജുബിനാസ് കേറ്ററിംഗിലേക്ക് വരുന്നത്. അതിലേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ നൗഷാദ് കേറ്ററിംഗ് എന്നുള്ള പേര് തന്നെയായിരുന്നു അത് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ പേര് വേണ്ടെന്ന് വെക്കുകയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സ്ഥാപനം തുടങ്ങുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് മകളുമുണ്ട്. മകളുണ്ട്. കുട്ടി പഠിക്കുകയാണ്. മകളിപ്പോൾ +1 പഠിക്കുകയാണ്. അപ്പോൾ ആ ബ്രാൻഡ് അദ്ദേഹത്തിനേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ജുബിന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ജുബിന. അപ്പോൾ ഒരു താങ്കൾ നൗഷാദിക്ക എന്ന് പറയുന്നത് ഒരു വളരെ പാഷനായിട്ട് കണ്ട ഒരാളാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾക്കും ഈ ചെറുപ്പം തൊട്ട് ഇത് കണ്ടുള്ളൊരു പാഷനാണോ ഇതിനോടുള്ളത്? അതായത് പുള്ളി ഒരു കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. കാരണം നമുക്ക് അതിലേക്ക് ഒരു ഇഷ്ടം തോന്നും. കാരണം നമ്മുടെ വീട്ടിലോട്ടും ഓഫീസ് ഉണ്ടെങ്കിൽ പോലും വീട്ടിലും ക്ലയൻസ് ഒക്കെ വരാറാണ്. അപ്പം എൻ്റെ പണിയാണ് ചായ കൊടുക്കലും കസ്റ്റമേഴ്സിന്. അപ്പോൾ അതൊക്കെ ഓർഡർ എഴുതിയെടുക്കാറുണ്ട് ഞാൻ. അപ്പം അങ്ങനെയൊക്കെ എനിക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ജുബിന എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിലേക്ക് വന്നപ്പോൾ തുടക്കം എളുപ്പമായിരുന്നോ? തുടക്കം എളുപ്പമല്ല. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, പിന്നെ അതായത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. കാരണം നമുക്കൊന്നുമില്ല, നമ്മൾ 0 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്പൂൺ പോലും ഇല്ല. കാരണം നമുക്ക് വർക്കുകൾ ചെയ്യണമല്ലോ. കാരണം വർക്കുകൾ വരുന്നുണ്ട് ആ സമയത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താ പറയുന്ന റേറ്റ്സിൽ ആൾക്കാർ ബാർഗെയിൻ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 100 പാക്സ് ഒക്കെ ആയിരുന്നു കിട്ടിയത്, പിന്നെ 50, 200. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെന്തായാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. നമ്മൾ വിചാരിച്ചു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് കിട്ടുന്ന അതായത് നല്ല ബഡ്ജറ്റിൽ എടുക്കുന്ന രീതിയിൽ വരാം. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പോലും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. റൈസ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും എല്ലാം നമ്മൾ നന്നായിട്ട് ക്വാളിറ്റി വൈസിൽ നന്നായിട്ട് തന്നെ ചെയ്യുന്നത്. അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ കസ്റ്റമേഴ്സൊക്കെ വരാൻ തുടങ്ങി. ആദ്യം തന്നെ നമ്മളൊരു 1000 പാക്സ് ചെയ്തു. അത് ഭയങ്കര അഭിപ്രായമായിരുന്നു. ഫുഡൊക്കെ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് പോകാനായിട്ട്. ഹസ്ബൻഡും താങ്കൾ കൂടിയാണ്? ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഹസ്ബൻഡും, പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ മദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന ആളാണ്. ഈ ബിസിനസ് പിന്നീട് എങ്ങനെ പോയി? അത് വളർന്നോ? ബിസിനസ് ഏത് വർഷമാണ് തുടങ്ങുന്നത്? നമ്മൾ 2023. അതിനുശേഷം വളർച്ച തന്നെയായിരുന്നു. അതെ അതെ. അതിനുശേഷം നമുക്ക് പിന്നെ തിരക്കുകളായി, അത്യാവശ്യം നല്ല നല്ല വർക്ക്സ്. ജുബിന കേറ്ററിംഗ് ഒരു ബ്രാൻഡായി. ഓക്കെ. നമ്മൾ എത്ര വെഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ? നമ്മളൊരു 300 വരെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ ചുരുങ്ങിയ കാലയളവിൽ. അതെ അതെ. ഓക്കെ. അത് എവിടെയൊക്കെയാണ്? അത് നമ്മൾ ഓൾ കേരള ചെയ്തിട്ടുണ്ട്, പിന്നെ ചെന്നൈയിലൊക്കെ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാലയളവിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് സ്വന്തമായിട്ട് കിച്ചൺ ഉണ്ടോ? എങ്ങനെയാണത്? നമ്മൾ ഈ കാറ്ററിംഗ് ഒക്കെ കുറച്ച് നന്നായിട്ട് വന്ന സമയത്ത് നമ്മൾ സെൻട്രൽ കിച്ചൺ വാങ്ങി. പിന്നെ നമുക്ക് വണ്ടികളെടുത്തു, പിന്നെ വെസൽസ്, പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു. ജുബിന, പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മേഖലയിലേക്ക് ഇറങ്ങി വരാൻ മടി കാണിക്കുന്നത് പ്രത്യേകിച്ച് വനിതകൾ. കാരണം ഇത് സാധാരണ ഒരു ബിസിനസ് അല്ല. അപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, നമ്മളെവിടെ വിവാഹത്തിന് പോയാലും എല്ലാവരും ആ സമയം നോക്കിയിരിക്കുകയാണ് ഓടിപ്പോയി ഭക്ഷണം കഴിക്കാൻ. അവിടെ ഭക്ഷണം തികഞ്ഞില്ല, കുറഞ്ഞുപോയി, ടേസ്റ്റ് ഇല്ല. അത് 1000 പേര് 2000 പേരുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് സ്പ്രെഡ് ആവും. അത്രയ്ക്ക് സെൻസിറ്റീവാണ് ഭക്ഷണമാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സമയത്ത് കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഒരു പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങിപ്പോയ നാടാണ് നമ്മുടെ. അത്രയ്ക്ക് സെൻസിറ്റീവായ ഒരു ഏരിയയിലാണ് താങ്കൾ ഇറങ്ങിയത്. അവിടുത്തെ ചലഞ്ചസ് എന്തൊക്കെയാണ്? അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ പുള്ളി തന്നൊരു ഗൈഡൻസ് ആയിരിക്കാം. കാരണം അത്രയും പുള്ളി നൗഷാദിക്ക എനിക്കൊന്ന് 20 നമ്പേഴ്സ് വെഡിങ് ഒക്കെ പെർ ഡേ ചെയ്ത കാലഘട്ടമുണ്ട്. ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടു നിന്ന ആളാണ് ഞാൻ. അപ്പം എനിക്ക് അതൊരു കോൺഫിഡൻറ്റ് ആൾ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ പുള്ളി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്തത് ക്വാളിറ്റിയിലായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കില്ല. അതായത് നമ്മളിപ്പോൾ ഒരു 1000 ആണെങ്കിൽ 1000, 25, 50 വരെ ആൾ സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ആൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നൗഷാദിക്ക തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളിപ്പോൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ
അപ്പം അയാളുടെ വയറ് നിറയുന്നതിനോടൊപ്പം മനസ്സും നിറയുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ വയറ് നിറക്കുകയല്ല, എനിക്ക് തോന്നുന്നു ഒരാൾ മതി എന്ന് പറയുന്നത്, നമ്മൾ എത്ര പണം കൊടുത്താലും തന്നോളൂ എന്ന് പറയുന്നത്, പക്ഷെ മതി എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമാണ്. പക്ഷെ അതൊരു സന്തോഷവും മനസ്സൊക്കെ നിറയുകയാണെങ്കിൽ അവർ സന്തോഷമായിട്ട് പോവുകയും ചെയ്യും. അടുത്ത ചോദ്യം അത് തന്നെയാണ്. പൊതുവേ വനിതാ സംരംഭകർ അധികം നമ്മുടെ നാട്ടിലില്ല. പലർക്കും പല എക്സ്ക്യൂസുകളാണ്. തുടക്കം ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പഠനം കഴിഞ്ഞ് കല്യാണമായി പോകും. കല്യാണം കഴിയുമ്പോൾ കല്യാണം ആയില്ലേ എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ പറയും കുട്ടിയായി, ഇനി കുട്ടിയുടെ പഠനമായി എന്ന് പറയും, ഇനി 10ാം ക്ലാസ് ആയി എന്ന് പറയും. അപ്പോൾ ഇത് ഇങ്ങനെ പോയി കുറേ ആൾക്കാർ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരൊന്നും പുറത്തേക്ക് വരുന്നില്ല. അവരോടൊക്കെ ജുബീന ഒരു വനിതാ സംരംഭകയാണ്, എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ഇതിലേക്ക് വരണം തന്നെയാണ്. അവർക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിൽ ഉറച്ച് വിശ്വസിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. കാരണം ഞാൻ ട്വിൻസിന് പ്രഗ്നൻ്റ് ആയ ടൈമിലും. താങ്കൾക്ക് എത്ര കുട്ടികളാണ്? എനിക്ക് 3 പേരാണ്. ട്വിൻ ബോയ്സ് ഉണ്ട്, 10 years ആയി. മോള് 9th പഠിക്കും. അപ്പോൾ ഈ ട്വിൻ ബേബീസിനെ തന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ പോലും ഞാൻ വർക്ക് സ്റ്റോപ്പ് ചെയ്തില്ല. ആ സമയത്തും ഞാൻ ഇവൻറ്റ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത്, പക്ഷേ ചിലപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ ചിലപ്പം മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് പിന്നെ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ ഇതൊരു എക്സ്ക്യൂസാണ് ആൾക്കാർ പറയുന്നത്, ഇറങ്ങാതിരിക്കുകയാണല്ലേ? നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം താങ്കൾക്ക് പല റോളുണ്ട്. താങ്കളൊരു ഭാര്യയാണ്, മാതാവാണ്, മകളാണ്, സഹോദരിയാണ്, സംരംഭകയുമാണ്. ഈ റോളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്നാണ്. കാരണം നമ്മൾ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ടൈമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖല കണ്ടെത്തുക എന്നുള്ളതാണ്. മേഖല കണ്ടെത്തി അതിൽ പാഷനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ജുബീനാസ് കേറ്ററിംഗ് ഒരു അക്സെപ്റ്റൻസ് വന്നു. കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ എന്താണ്? കാരണം ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ആൾക്കാർ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. നിങ്ങളൊരു ഭക്ഷണം കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി പഞ്ചറായാൽ മതി, ബ്രേക്ക് ഡൗൺ ആയാൽ മതി, ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീടുള്ള നമുക്ക് ചെയ്യുന്ന വർക്കുകളിൽ അതൊരു നെഗറ്റീവായിട്ട്, കാരണം മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ, ഒരാളോട് പറയാതെ അങ്ങനെയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അങ്ങനെ വരാതെ നോക്കും. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല മഴയുള്ളൊരു ദിവസം നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് 30 minutes ഉള്ളൂ സൈറ്റിലെത്താനായിട്ട്. പക്ഷേ ബ്ലോക്കൊക്കെ കാരണം കുറച്ച് ഡിലേ ആവുന്നൊരിത് വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ സാറിനോട് പറഞ്ഞു, ക്ലയൻറ്റിനോട് പറഞ്ഞു ഇതുപോലെ അത് കുഴപ്പമില്ല, 12:30 ആകുമ്പം ഫുഡ് കൊടുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഒരു 12:25 ഒക്കെ ആയപ്പോൾ എത്തി. അതെന്തോ പടച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് എത്തി, നമ്മൾ സെർവ് ചെയ്തു. പക്ഷെ നമ്മളത് പറയുക എന്നുള്ളതൊരു നമ്മുടെ ഒരു ഇതാണല്ലോ, അവരോട് അത് അറിയിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മളൊരു കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ 1000 പേരാണെങ്കിൽ 1000 പേരെ വിളിക്കാൻ നമ്മൾ പറയും ഒരു 800 പേർക്ക് ഭക്ഷണം പറഞ്ഞാൽ പോരെ. ഇവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടക്കം. പക്ഷേ കല്യാണത്തിന് വരുന്നത് ചിലപ്പോൾ 1200 1300 പേരാവും. ആ സമയത്ത് കേറ്ററിംഗുകാർ പെട്ടുപോകും. പക്ഷേ ചീത്ത മുഴുവൻ കേറ്ററിംഗുകാർക്കാണ് ഭക്ഷണം തികഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ഈ ഫംഗ്ഷൻസ് നടന്നവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളിപ്പം 1000, നമ്മളെന്തായാലും ഒരു 1000 ആണെങ്കിൽ പോലും ഒരു 1050 അല്ലെ 25-30 എങ്കിലും നമ്മൾ ഒരു കുറച്ച് ഫുഡ് ക്വാണ്ടിറ്റി കരുതും. പക്ഷേ ഇവരെന്തായാലും ആ 1000 ആണെങ്കിൽ അങ്ങനെയെങ്കിലും പറയണം, കറക്റ്റ് കൗണ്ട് നമ്മളോട് പറയണം. ഒരു പ്ലസ് ഓ മൈനസ് എത്ര ഉണ്ടാവും? അതെ അതെ, അല്ലെങ്കിൽ അത് പ്രശ്നമായി തീരും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമുക്കത് മേക്ക് ചെയ്യാം, പക്ഷെ എന്നാലും ടൈം ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും. കറക്റ്റ് നമ്പർ പറയുക എന്നുള്ളതാണ്. ഒരു വലിയ സംരംഭകനായിരുന്നു ബിഗ് ഷെഫ് നൗഷാദിക്ക. അദ്ദേഹത്തിൻ്റെ ആ അനുഭവ പാഠങ്ങളിൽ നിന്ന് കിട്ടിയ എല്ലാ എക്സ്പീരിയൻസും താങ്കൾ പകർന്നിട്ടാണ് ഈ ജുബിന കേറ്ററിംഗ് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഉൾക്കൊണ്ട എന്തൊക്കെ പാഠങ്ങളാണ് ഇപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ജുബീന താങ്കളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്? നൗഷാദിക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആള് വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അത്രയും എന്താ പറയുക, എല്ലാവരോടും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം അത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. പുള്ളിയാണെങ്കിലും ഫുഡ് കൊടുക്കാനും ആൾക്കാരെ ഹാപ്പി ആക്കുന്ന ഒരാളായിരുന്നു. വളരെ പ്ലീസിങ് ആയിട്ടുള്ള. അത് തന്നെയാണ് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളുണ്ടാവും. താങ്കളുടെ ജീവിതത്തിലും അത്ര ഒരു പ്രതിസന്ധി ഉണ്ടായി എന്ന് വെച്ചാൽ പതറി പോകുന്ന ചില നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക, പല പ്രശ്നങ്ങളുണ്ട്.
അത്തരം ആ അനുഭവങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണത് പിടിച്ചു നിൽക്കാൻ പറ്റിയത്? ആ സമയത്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ മദറാണ്. മദർ പറഞ്ഞു സ്റ്റക്ക് ആവരുത്, ഇവിടുന്ന് മുന്നോട്ട് പോകണം എന്നുള്ള നമ്മുടെ രീതിയിൽ. പെറ്റവയർ കൂടെ നിൽക്കുമ്പോൾ അതിനേക്കാൾ വലുതൊന്നുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമുക്ക് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ചിലപ്പോൾ ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെടുമെന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനും അതെ ഒക്കെ. അതെ അതെ. അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇനി എന്തുണ്ടെങ്കിലും നേരിടാൻ തയ്യാറാണ്. ഉറപ്പായിട്ടും ഇനി നമ്മൾ തോക്കില്ല, കാരണം ഇനി നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഭാവി പരിപാടികൾ എന്താണ്? ഭാവിയിൽ നമുക്ക് ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് ഓൾ കേരള തന്നെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ തിരുവല്ലയിൽ ആണ് പ്ലാൻ ചെയ്യുന്നത്. വേറെ എവിടേക്കാണ് തുടങ്ങാൻ പ്ലാൻ? ട്രിവാൻഡ്രം ഉണ്ട്, കൊച്ചി ഉണ്ട്. അപ്പോൾ 3 എണ്ണം ഇനി പ്ലാൻ. അതെ അതെ, പ്ലാനിലുള്ളത്. വെരി ഗുഡ്. ചുരുങ്ങിയ കാലയളവിലുള്ള ഈ വിജയത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ നേട്ടം ആർക്കൊക്കെ വിധിച്ചു കൊടുക്കേണ്ടി വരും? ആരോടൊക്കെ നന്ദി പറയേണ്ടി വരും? ഓഫ് കോഴ്സ് നൗഷാദിക്കായോട് നന്ദി പറയണം, കാരണം പുള്ളിയുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ പഠിച്ചവനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ എംപ്ലോയീസ്, അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കാരണം അവരില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. അവരെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക്, അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കേറ്ററിങ്ങിലൊരു ഏറ്റവും ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഒരു 10 കസ്റ്റമറെ റെഫർ ചെയ്യുമെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറാണ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ബേസിക്കലി ഈ ഇൻഡസ്ട്രിയിൽ. മൗത്ത് പബ്ലിസിറ്റി ആണ്. കാരണം എനിക്ക് കൂടുതലും ഫങ്ഷൻസ് വന്നത് അങ്ങനെ തന്നെയാണ്. ഈ ഒരു ലെവലിൽ എത്തി നിൽക്കാൻ കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. വളരെ ചെറുപ്രായം തൊട്ട് കണ്ടു വളർന്ന് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല ഭക്ഷണം എന്താണെന്ന് മനസ്സിലാക്കി കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട്. അത് കണ്ട് തുടങ്ങിയ ജുബീന കേറ്ററിംഗ് ഇനി വലിയ വളർച്ചയുടെ പാതയിലാണ്. അതെ, ഇനിയും അങ്ങനെ നല്ല വളർച്ചയിലെത്താൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ആവട്ടെ. നിങ്ങൾ കേട്ടു ജുബീന എന്ന ഈ സംരംഭകയുടെ വിജയഗാഥ. നമ്മളൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്ന നൗഷാദിക്ക, അദ്ദേഹത്തിൻ്റെ പത്നി, അവരുണ്ടാക്കിയ ഒരു ലെഗസി, അതിൽ നിന്നൊരു ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. അദ്ദേഹം അവിടെ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തുടങ്ങിയ ജുബീന കേറ്ററിംഗ് ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 300 വെഡ്ഡിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹം ശ്രദ്ധിക്കണം, 3 മക്കളുടെ മാതാവാണ്, അദ്ദേഹം ഒരു ഭാര്യയാണ്. അതിനോടൊപ്പം തന്നെ കേറ്ററിംഗ് മേഖലയിൽ അധികം പേര് കൈവയ്ക്കാത്ത ഒരു മേഖലയാണ്. അതിലൊരു വനിതാ സംരംഭക നമ്മുടെ നാട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എളിമയോടുകൂടി കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റിയോടുകൂടി പ്രോഡക്റ്റ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നല്ല സർവീസ് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കണം അദ്ദേഹം വളർച്ചയിലെത്തിയത്. ഇത്തരം വനിതാ സംരംഭകരുണ്ടാവട്ടെ, നല്ല സംരംഭങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ഭക്ഷണം മനുഷ്യനുള്ളിടത്തോളം കാലം ഭക്ഷണം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഫങ്ഷനുകൾ ഇനി കൂടുകയുള്ളൂ, ഒരിക്കലും കുറയുകയില്ല. കാര്യം ആഡംബരമാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് സദ്യ കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആവേശമായൊരു കാര്യമാണ്. ആ സദ്യ ഉണ്ടാകാൻ പോയി അഭിപ്രായം പറയുക എന്നുള്ളത് അതിനേക്കാളും ആവശ്യമാണ് നമുക്കൊക്കെ. അപ്പോൾ ഇത്തരം നല്ല സംരംഭങ്ങൾ ഇനി ഉണ്ടാവട്ടെ. ജുബിന വളരെ ഇൻസ്പയറിംഗ് ആണ്. താങ്കൾ നിരവധി തവണ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? പഠിച്ചവൻ താങ്കൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ ടെസ്റ്റും താങ്കൾ കടന്നാണ് വന്നത്. പല പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് താങ്കളുടെ സ്വന്തം പേരിലുള്ള ജുബിന എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വളർത്തുകയാണ്. അപ്പോൾ അതിനി ഉയരങ്ങളിലെത്തട്ടെ. താങ്കൾ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വനിതാ സംരംഭകയാവട്ടെ. അതിനോടൊപ്പം തന്നെ നിരവധി പേരുടെ വയറും മനസ്സും നിറയ്ക്കാനാവട്ടെ. അതിന് എൻ്റെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.